ഞാൻ എന്നത്തെയും പോലെ തന്നെ അരി അടുപ്പത്തിടാനായിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അടച്ചു കൊടുക്കാം. ഉച്ചത്തെ തോരൻ ഇതാണ്. ക്യാപ്സിക്കം 2 ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു സവാള നമുക്ക് മരിഞ്ഞെടുക്കാം. ഇന്ന് ഇഡ്ഡലി സാമ്പാറാണ്. അതിലേക്കുള്ള പരിപ്പും സവാളയും പച്ചമുളകും ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. നമുക്ക് സാമ്പാർ റെഡിയാക്കാം. ഇഡ്ഡലിക്കുള്ള മാവ് ആട്ടി വെച്ചിട്ടുണ്ട്. സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതപ്പം വേണം. ചോറ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഊറ്റിയെടുക്കും. ഇഡ്ഡലി തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം. മാവ് ഊരി വെച്ചിട്ടുണ്ട്, നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കത് എടുക്കാം. ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില വെച്ച് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ചോറ് ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഒന്ന് വെള്ളം തോർത്തിയെടുക്കാം. ക്യാപ്സിക്കം ആയതുകൊണ്ട് ഇതിന് മുളക് വേറെ പ്രത്യേകിച്ച് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ കാപ്പി ഇതാണ്. നമുക്കതിന് മീനിട്ട് കൊടുക്കാം. മീൻകറി തുറന്നു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് മീനും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ച ഊണ് ഇതാണ്.